അനീഷിനോട് തൻ്റെ സങ്കടം വീണ്ടും വീണ്ടും പറയാണ് അനുമോള്. ഒരു ഇച്ചിരി പയർ, അതായത് ഒരു ചെറിയ കാര്യത്തിന് ഇച്ചിരി പയർ ഇച്ചിരിയും കൂടെ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു ഫ്രണ്ടെന്ന് പോലും ഇതില്ലാതെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ വിളിച്ച് പറയണമെങ്കിൽ എത്രമാത്രം അവർക്ക് എന്നോടുള്ള ഒരിതുണ്ടെന്ന് എനിക്കത് മറക്കാൻ പറ്റത്തില്ല ചേട്ടാ. അനീഷ് പറയുന്നത്, അനുമോളെ അത് ദിവസങ്ങളായില്ലേ, എത്ര ദിവസമായാലും എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. എനിക്ക് അത്രയ്ക്കും വലിയൊരു മുറിവായിട്ടാ എൻ്റെ മനസ്സിനേറ്റത്. അത് എത്ര നാളായി എന്ന് അനീഷ് പറയുമ്പോൾ വീണ്ടും പറഞ്ഞു, അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല ചേട്ടാ. എൻ്റെ മനസ്സിനേറ്റ മുറിവാണ്, അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അതുമാത്രമോ, ഈ കിടക്കുന്ന മനുഷ്യനാ തൊട്ടടുത്തതായിട്ട് മാറി അപ്പുറത്തെ സോഫയിൽ ഷാനവാസ് കിടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ പറയുകയാണ്, ചോറും കറിയും ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് മാറ്റി ഇങ്ങനെ വെച്ചിട്ട് അത് കൊടുക്കാതിരുന്നിട്ട് പിന്നെ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് വിളിക്കാനാണ്, നീ ചോറ് വേണോ കറി വേണമെന്ന് ചോദിക്കാനാണ്, അത് നന്മമരം കാണിക്കാനല്ലേന്ന്. ഇങ്ങനെയൊക്കെയാണ് ഏട്ടാ പറയുന്നത്. ഇതൊക്കെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളല്ലേ. അപ്പോൾ എന്താണ് ഇവരെയൊക്കെ മനസ്സിലിരിക്കുന്നത്? ഷാനവാസ് ഉറങ്ങുവാണോ അതോ ഉറക്കം നടിക്കുവാണോന്ന് അറിയത്തില്ല. ഷാനവാസ് തൊട്ടടുത്ത സോഫയിൽ കിടക്കുന്നുണ്ട്. ഇവരുമായിട്ടൊന്നും എനിക്കൊരു പ്രശ്നമില്ല ചേട്ടാ. എൻ്റെ പേരിലൊരു സംഭവം വന്നപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം ഉള്ളിലിരിപ്പില്ലേ? ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ വഴക്കിടുമ്പോൾ പുറത്ത് വരുന്നത്. അനുമോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഏത് തരത്തിൽ റിയാക്ട് ചെയ്യണമെന്നാണ് അനുമോൾ കരുതുന്നതെന്ന് അനീഷ് ചോദിക്കുന്നത്. ആ സ്പോട്ടിൽ വഴക്കിടുന്നതോ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നതൊന്നും അല്ല എനിക്ക് പ്രശ്നം. അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ അക്ബറൊക്കെ പറയുന്നത് അതൊന്നും എനിക്ക് ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഇവരൊക്കെ ഈ പറയുന്നതാണ് എന്നെക്കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതാവുന്നത്. മനസ്സിലുള്ള കാര്യം പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയൊക്കെ നമ്മളെ പറ്റി ഇങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇപ്പം ചേട്ടനോട് എങ്ങനെ പറഞ്ഞാലും ചേട്ടന് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ വിഷമം എനിക്ക് എത്രത്തോളം ഉണ്ടായിരുന്നെന്ന്. എനിക്ക് നല്ല വിഷമമുണ്ടായി ആ സമയത്ത്. അക്ബറൊക്കെ പഴയ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. നിവിൻ പറഞ്ഞതൊന്നും എനിക്ക് പ്രശ്നമില്ല. നമ്മൾ കുറച്ച് പേർക്ക് കുറച്ച് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യൻ അക്ബർ ഷാനവാസിനെ പറയാണ് ഈ മനുഷ്യൻ, പിന്നെ ആദില, നൂറ, അങ്ങനെ കുറച്ച് നമ്മൾ കുറേ പേരോട് ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അവർ പറയുമ്പോൾ നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴേ, നന്ദിയില്ല എന്നൊക്കെ പറയുമ്പോഴേ, അനുമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അനീഷ് ചോദിക്കുന്നു. ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെടുത്തും ഞാൻ അങ്ങനെ പെരുമാറിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ അതിലെടുത്തും 100 പറയാറുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ പറയായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് കിട്ടിയതിൻ്റെ അഹങ്കാരമാണോയെന്ന് ഞാൻ ചോദിച്ചു. അത് ചോദിച്ചത് സത്യമാണ്. ഫൈനൽ 5 വന്നതിൻ്റെ അഹങ്കാരമല്ലേ നിനക്കെന്ന് അത് ഞാൻ ചോദിച്ചതാണ്. കാരണം അപ്പോൾ അവിടെ സംസാരിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ കിടന്നുള്ള സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ചെയ്ത പ്രവൃത്തി അനുമോൾ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവരെ ഹേറ്റ് ചെയ്യുന്ന കണക്ക് അനുമോളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അവരോട്. അവർ പറഞ്ഞ എന്താണ്, PR-ൻ്റെ കാര്യം. ഞാൻ എവിടെ എത്തിയിട്ടില്ല, ഞാനിപ്പോൾ ഇവിടെ കിടക്കുക, വേണമെങ്കിൽ ഈ ആഴ്ച പോകാം. എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവൾ പറയുന്നത് ഞാൻ ഇത്രയും നാളും പിന്നെ അതുകൊണ്ടല്ലേ നിൽക്കുന്നതെന്നൊക്കെ അവൾ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു. അവൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഞാൻ ഇന്നും കൂടെ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചത്, PR-ൻ്റെ ബലത്തിലാണോ ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പം ചേട്ടന് PR ഇല്ലല്ലോ, അപ്പം ചേട്ടന് ഇവിടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ലേ? 90 ദിവസം കൊണ്ട് ചേട്ടൻ ഇവിടെ നിൽക്കുന്നില്ലേ? എനിക്കൊരു വിശ്വാസമുണ്ട്. ഇപ്പം എന്നെ ആണെങ്കിലും ഷാനവാസിക്ക് ആണെങ്കിലും കുറച്ച് പ്രേക്ഷകർ ഉണ്ടാവുമല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ. അപ്പം ആ ഒരു വില നമുക്കുണ്ട്. അല്ലാതെ നമ്മളെ PR-കാരെ അങ്ങനൊന്നും എനിക്കില്ല എന്നൊക്കെ അനുമോൾ സങ്കടങ്ങൾ പറയാണ്. അതൊക്കെ കേട്ടിരിക്കുകയാണ് അനീഷ്. ഷാനവാസ് തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്, ഉറങ്ങുവാണെന്ന് തോന്നുന്നു. അതുവരെ ഒന്നും ഒരനക്കവും കേൾക്കുന്നില്ല. എങ്കിൽ ബിഗ് ബോസ് വിളിച്ചും പറയുന്നില്ല. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം.